ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാറാസ് ഐഡിയാസ്. കഴിഞ്ഞ വീഡിയോസിൽ ആരി എംബ്രോയ്ഡറി എന്താണ്, അതിൻ്റെ സ്റ്റേജസ്, ബിസിനസ് സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ആരി വർക്ക് ഒരു ബിസിനസ്സായി എടുക്കുന്നവർ മാത്രം ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതിയോ എന്ന് ചിന്തിക്കുന്നവരോട് അങ്ങനെയല്ല, എല്ലാവർക്കും ഇത് പഠിക്കാം. നിങ്ങളുടെ സ്വന്തം ഡ്രസ്സുകൾ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആരി വർക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരി എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് വേണ്ട മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വേണ്ടത് ഇതുപോലൊരു ക്ലോത്താണ്. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പോപ്ലിൻ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുക. ഇതാകുമ്പം കുറച്ച് സാധാരണ തുണികളെക്കാളും കുറച്ചും കൂടി തിക്കായതുകൊണ്ട് തന്നെ സൂചി കുത്തിയെടുക്കുമ്പോൾ തുണി പെട്ടെന്ന് ഡാമേജ് ആവില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് നല്ല തുണിയിൽ ചെയ്യുക. നെക്സ്റ്റ് വേണ്ടത് ആരി എംബ്രോയ്ഡറി സ്റ്റാൻഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡാണ്. ഇത് 18 ഇഞ്ചിൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഇതിന് ഇതുപോലെ 4 കാലുകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ക്രൂസും ഉണ്ട്. ഇത് ഫിക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലിട്ട് വീഡിയോയുടെ ലെങ്ത് നമ്മൾ കൂട്ടുന്നില്ല. അതുപോലെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എംബ്രോയ്ഡറി ഫ്രെയിമാണ്. ഇത് നമുക്ക് ഒരു 5 ഇഞ്ച് മുതൽ 18 ഇഞ്ച് വരെ എംബ്രോയ്ഡറി ഫ്രെയിം ലഭിക്കും. നമ്മൾ ആരി എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് ഇതിൽ 3 ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. 18 ഇഞ്ചസ്, 16 ആൻഡ് 40. ബാക്ക് നെക്കൊക്കെ ചെയ്യാൻ 18 ഇഞ്ച് മതി. അതുപോലെ ഫ്രണ്ട് നെക്കാണെങ്കിൽ 16, സ്ലീവൊക്കെ ചെയ്യാൻ 40 മതി. പക്ഷേ ഈ ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ എല്ലാം ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരൊറ്റ ഫ്രെയിമിലാണ് എല്ലാ വർക്കുകളും ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആരി നീഡിലാണ്. ആരി നീഡിൽസ് 2 ടൈപ്പ് ഉണ്ട്. ലോക്കലും ഉണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡഡും ഉണ്ട്. ലോക്കൽ നീഡിൽസ് ഒരു 5 ടൈപ്പ് ഉണ്ട്. 3 എണ്ണം ത്രെഡ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, 2 എണ്ണം ബീഡ് വർക്കിന് വേണ്ടിയിട്ടും സർദോസിക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ്. ഞാൻ ഇതിൽ 2 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ബീഡ് വർക്കുകൾ ഒരുപാട് ബീഡൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നീഡിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ സിൽക്ക് ത്രെഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തേന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് തുളിപ്പിൻ്റെ നീഡിലാണ്. ഇതാണ് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പ്രിഫർ ചെയ്യത്തുള്ളൂ. കാരണം ഈ ഒരു നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊരു ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ തന്നെ ഒരു 4 സൈസിൽ നമുക്ക് കിട്ടും. 13, 14, 23, 24. എൻ്റെ അടുത്തുള്ളത് 14ഉം അതുപോലെ തന്നെ 24ഉമാണ്. ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾക്ക് നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു നീഡിൽ ഇതുപോലെ ഒരു പെന്നിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി സ്മൂത്താകും, നല്ലൊരു ഗ്രിപ്പ് കിട്ടും. ഇതുപോലെ ഒരു പെന്നിൽ ഒരു കേസിലിട്ട് വെച്ചാലും മതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സെറി ത്രെഡാണ്. സെറി ത്രെഡ് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ തിന്നായിട്ടുള്ള സെറി ത്രെഡാണ്. കാരണം നൂലിൽ കോർത്ത് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നല്ലത് ഈ ഒരു സെറി ത്രെഡാണ്. അതുപോലെ തന്നെ ഈ ഒന്നുകൂടി ഇത് ഭയങ്കര തിക്കായതുകൊണ്ട് തന്നെ തുണിമേൽ ഒന്ന് കോർത്തെടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഈ ഒരു ത്രെഡാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ പല കളേഴ്സ് നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സിൽക്ക് ത്രെഡാണ്. സിൽക്ക് ത്രെഡ് ഏത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ഡബിൾ ബെല്ലിൻ്റെ പേര് പറയും. കാരണം നല്ല ബ്രാൻഡാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒന്നായിട്ടിട്ട് ചെയ്യാറില്ല, കാരണം ഇത് പെട്ടെന്ന് പൊട്ടുന്നതാണ്. അതുകൊണ്ട് 2 ത്രെഡൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യത്തുള്ളത്. അടുത്ത് നമുക്ക് വേണ്ടത് മെഷീൻ ത്രെഡാണ്. മെഷീൻ ത്രെഡ് ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെഷീൻ ത്രെഡ് കൊണ്ട് ചെയ്യും. അതാകുമ്പോൾ ക്ലോത്തിൻ്റെ കറക്റ്റ് കളറിൽ ഉള്ള ത്രെഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വേണ്ടത്
കട്ട് ബീഡ്സ് ആണ്. കട്ട് ബീഡ്സ് നമുക്ക് പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ തന്നെ ഗോൾഡിൻ്റെ തന്നെ പല വെറൈറ്റീസ് കട്ട് ബീഡുകൾസ് ഉണ്ട്. അതിൻ്റെ തന്നെ പല കട്ട് ബീഡുണ്ട്. ആൻറ്റിക്കിൻ്റെ ഒക്കെ കിട്ടും. പല കട്ട് ബീഡ്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ബീഡ്സ് ആണ്. അതിൽ തന്നെ പല വെറൈറ്റി ബീഡ്സ് ഉണ്ട്. ഷുഗർ ബീഡുണ്ട്, പിന്നെ ഫ്ലാറ്റ് ബീഡുണ്ട്. ഫ്ലാറ്റ് ബീഡ് എൻ്റെ അടുത്തില്ല. ഇത് പിന്നെ ഈ ഷേപ്പിലൊക്കെ ഉള്ള ബീഡുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് വലിയ ബീഡുണ്ട്. അങ്ങനെ പല ടൈപ്പ് ബീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് തന്നെ ഗോൾഡിൻ്റെ തന്നെ വേറെ 2 ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സീക്വൻസ് ആണ്. സീക്വൻസിന് ചംക്കി എന്നും പറയും. സീക്വൻസ് 2 ടൈപ്സ് ഉണ്ട്. കപ്പ് സീക്വൻസും സാധാ നോർമൽ സീക്വൻസും. ഇതാണ് നോർമൽ സീക്വൻസ്. ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ്. ബ്രൈഡൽ ഡ്രസ്സുകളിലൊക്കെയും അതുപോലെ തന്നെ പാർട്ടി വെയർസിലൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യും. ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. നെക്സ്റ്റ് കപ്പ് സീക്വൻസ് നമ്മളങ്ങനെ ഡ്രസ്സുകളിൽ അധികം യൂസ് ചെയ്യാറില്ല. കൂടുതലും ജ്വല്ലറി മേക്കിങ്ങിനൊക്കെയാണ് കപ്പ് സീക്വൻസിൻ്റെ ആവശ്യം വരത്തുള്ളൂ. നെക്സ്റ്റ് വേണ്ടത് ട്യൂബ് ബീഡ്സ് ആണ്. ഇതാണ് ട്യൂബ് ബീഡ്. കുറച്ച് സാധാ കട്ട് ബീഡിനേക്കാളും കുറച്ചും കൂടി വലിയ ബീഡാണ്. കുറച്ചും കൂടി ലെങ്ത് ഉണ്ടാവും ഇതിന്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സ്റ്റോൺ ചെയിനാണ്. എൻ്റെ അടുത്ത് സ്റ്റോൺ ചെയിൻ ഇല്ല. അതിൻ്റെ തന്നെ ബീഡിൻ്റെ ചെയിൻ എൻ്റെ അടുത്തുണ്ട്. ഇതിൽ നമ്മൾ തുണിയിൽ വെച്ച് പശ വെച്ചിട്ട് ഗമ്മ് വെച്ച് ഇതുപോലെ ഒരു ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെയും ചെയ്യും. അല്ലാതെ വർക്ക് ചെയ്യുന്നവരുമുണ്ട്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഗമ്മാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോൺ ചെയിൻ ഇതാണ്. ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. ഇതെൻ്റെ അടുത്ത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് എൻ്റെ കയ്യിലില്ല. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സർദോസി. ബ്രൈഡൽ ഡ്രസ്സുകളിലൊക്കെ നന്നായിട്ട് സർദോസി യൂസ് ചെയ്യും. ഇതാണ് സർദോസി. ഇതിൻ്റെ തന്നെ പല കളേഴ്സിൽ നമുക്ക് കിട്ടും. ഇത് വേറൊരു ടൈപ്പ് സർദോസിയാണ്. ഇതും സർദോസി തന്നെ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മിററാണ്. മിറർ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മിററും കിട്ടും, ഇതുപോലെ റിയൽ മിററും കിട്ടും. ഇത് പല ഷേപ്സിലും അവൈലബിൾ ആണ്. ചെറുതും വലുതും അങ്ങനെയൊക്കെ ഷേപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഈ റിയൽ മിറേഴ്സും പ്ലാസ്റ്റിക് മിറേഴ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആകെയുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഡ്രസ്സിൽ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വെയിറ്റ് കുറവുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ഇതിനേക്കാളും പെട്ടെന്ന് കുറച്ചും കൂടി ചീത്തയാവും. അതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ട്രേസിങ് ഷീറ്റും കാർബൺ പേപ്പറുമാണ്. ഇതാണ് ട്രേസിങ് ഷീറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ബട്ടർ പേപ്പർ എന്നും പറയും. നെക്സ്റ്റ് വേണ്ടത് യെല്ലോ കാർബൺ പേപ്പർ. ഇതിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് തുണിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ വരച്ചെടുക്കുമ്പോൾ പുറത്തത് കിട്ടും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പൈപ്പിംഗ് ത്രെഡാണ്. എൻ്റെ അടുത്ത് പൈപ്പിംഗ് ത്രെഡും കഴിഞ്ഞു പോയി. നെക്ക് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടി നല്ല ഭംഗി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്യുന്നത്. പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്ത വർക്ക് എൻ്റെ അടുത്തുണ്ട്. കുറച്ചും കൂടെ എടുത്ത് നിൽക്കും പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതിന് നല്ലതാണ് പൈപ്പിംഗ് ത്രെഡ്. പിന്നെ നമുക്ക് വേണ്ടത് സിസേഴ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ
ചെറിയ സിസറാണ് വേണ്ടത്. അതുപോലെ തന്നെ ഡ്രിമ്മറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വേണ്ടത് മാർക്കിംഗ് പെൻസിലാണ്. ഇതെല്ലാ ടൈലറിങ് ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇത് തുണിമേ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം പോകും. ചോക്കിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒന്നാണ്. ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് മെഷറിങ് ടേപ്പാണ്. അത്യാവശ്യം എന്തെങ്കിലും അളന്നിട്ട് ചെയ്യാനുള്ളതിനൊക്കെ മെഷറിങ് ടേപ്പ് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഒരു 14-15 സ്റ്റിച്ചിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രെയിം, അതുപോലെ തന്നെ ത്രെഡ്, ക്ലോത്ത്, സിൽക്ക് ത്രെഡ്, പിന്നെ നീഡിൽ, അത്രയും ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.